നമസ്കാരം. ഇന്ന് കർക്കിടകം 15. അങ്ങനെ ശ്രീരാമദേവൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു. യുദ്ധസമയത്ത് സഹോദരന്മാർ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ശ്രീരാമദേവനെതിരെ ഏതാണ് ബാലി, ഏതാണ് സുഗ്രീവനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരെയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സുഗ്രീവനാണെങ്കിൽ യുദ്ധത്തിൽ തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ മനസ്സിലായി ശ്രീരാമദേവൻ ഞങ്ങളെ പരസ്പരം മാറിപ്പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി സുഗ്രീവൻ ഇനി ഇവിടെ നിന്നാലും താൻ തോറ്റുപോകും, അല്ലെങ്കിൽ താൻ മരിച്ചു വീഴും എന്ന് മനസ്സിലാക്കി യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചോടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രീരാമദേവൻ്റെ അടുത്തേക്ക് വരുന്നു. ശ്രീരാമദേവൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ആരാണ് സുഗ്രീവൻ അല്ലെങ്കിൽ ആരാണ് ബാലി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവൻ തന്നെ അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. സുഗ്രീവനൊരു മാല കൊടുത്തു, ഒരു പുഷ്പഹാരം കൊടുത്തു. ആ പുഷ്പഹാരം കഴുത്തിട്ടിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും സുഗ്രീവൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ബാലിയുടെ പത്നി താര പറയുന്നുണ്ട് യുദ്ധത്തിന് ഇനി പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബാലി അതൊന്നും കേൾക്കാതെ യുദ്ധത്തിനായിട്ട് വീണ്ടും പോകുന്നു. വീണ്ടും അവർ തമ്മിൽ ഘോരമായുള്ള യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയ സമയത്ത് ശ്രീരാമദേവൻ ബാലിയുടെ നെഞ്ചിലേക്ക് ഒരു അമ്പ് എയ്യുന്നുണ്ട്. അങ്ങനെ ആ അമ്പ് കൊണ്ട് ബാലി വീഴുകയാണ്. അപ്പോൾ ബാലി പിന്നീട് നോക്കുമ്പോൾ തൻ്റെ ചുറ്റും സുഗ്രീവനും ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനെയൊക്കെ നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അങ്ങ് ആരാണ്? ഞാൻ അങ്ങോട്ട് യാതൊരു തർക്കമോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, പിന്നെ എന്തിനാണ് അങ്ങ് എന്നെ അമ്പ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ ഭാര്യയോട് ഇങ്ങനെയാണ് പറയുന്നത്, നീ ജീവിതത്തിൽ പൊറുക്കാൻ വയ്യാത്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. സുഗ്രീവൻ നിൻ്റെ ഇളയ സഹോദരനാണ്. ആ ഇളയ സഹോദരൻ്റെ പത്നി എന്ന് പറയുന്നത് നിൻ്റെ സഹോദരിയാണ്. പക്ഷേ ആ സഹോദരിയെ നീ ബലമായിട്ട് നിൻ്റെ ഭാര്യയാക്കി. ഈ പാപം ഒരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തതാണ്. സുഗ്രീവൻ ഇപ്പോൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സുഗ്രീവനെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ആ സമയം ബാലിക്ക് മനസ്സിലാവുകയാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീരാമദേവൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ സത്യം മനസ്സിലാക്കിയ ബാലി മോക്ഷം കൈവരിക്കുകയാണ്. ബാലി മരിച്ച കാര്യം കിങ്കരന്മാർ വന്ന് താരയോടൊക്കെ പറയുന്നുണ്ട്. തൻ്റെ പതി മരിച്ച വാർത്ത അറിഞ്ഞ് താര യുദ്ധഭൂമിയിലോട്ട് ഓടിയെത്തുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഓടിയെത്തിയ താര ശ്രീരാമദേവനോട് ചോദിക്കുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് എൻ്റെ പതിയെ മരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പതി മരിച്ച ദുഃഖം ഞാൻ എങ്ങനെയാണ് അനുഭവിച്ചു തീർക്കേണ്ടത്? അതുപോലെ തന്നെ അങ്ങും അങ്ങയുടെ ജീവിതത്തിൽ ഭാര്യ വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനിയുള്ള കാലങ്ങളിൽ നിന്ന് താര ശ്രീരാമനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീരാമദേവൻ താരയോട് പറയാണ്. ബാലിയെ വധിക്കാനുണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ താരയോട് ശ്രീരാമദേവൻ പറയുന്നുണ്ട്. താരയ്ക്ക് ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. ആ ഭാഗം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രാമായണത്തിൽ പ്രതിപാദിക്കുന്നത് താരോപദേശം എന്ന രീതിയിലാണ്. ശേഷം താരയോടും മറ്റു വാനരന്മാരോടും ബാലിയുടെ സംസ്കാര ചടങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവന്റെ നിർദ്ദേശപ്രകാരം ബാലിയുടെ സംസ്കാര ചടങ്ങുകൾ വീണ്ടും വിധം ആചാരാനുസരണം അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കിഷ്കിന്ധയുടെ അടുത്ത രാജാവായിട്ട് സുഗ്രീവനെ വാഴിക്കുന്ന കാര്യവും ശ്രീരാമദേവൻ പറയുന്നുണ്ട്. ഒപ്പം താരയോട് ഇനിയുള്ള കാലം മകനോടൊപ്പം കിഷ്കിന്ധയിൽ തന്നെ താമസിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിഷ്കിന്ധയുടെ അടുത്ത രാജാവായിട്ട് ശ്രീരാമൻ സുഗ്രീവനെ അവരോധിക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ ശ്രീരാമദേവനോട് പറയുന്നുണ്ട്, അങ്ങ് വന്ന് നമ്മുടെ കിരീടധാരണം നടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പിതാവിൻ്റെ വാക്ക് പാലിച്ച് 14 വർഷം വനവാസം ഇറങ്ങിയതാണ്. അപ്പോൾ ആ 14 വർഷം കഴിയാതെ നമുക്കൊരു പട്ടണത്തിലേട്ടോ ഒരു രാജധാനിയിലേട്ടോ കടക്കുവാൻ പാടില്ല. അതുകൊണ്ട്